രണ്ടാളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സർ, ഇങ്ങനെ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാ, അതുകൊണ്ടാ. സത്യത്തിൽ പേടിച്ചു പോയി സർ. ഓഹോ, എന്നെ കണ്ടിട്ടാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട, ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീലാണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവർ ഒന്നും അല്ല സർ, ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്, അത്രേ ഉള്ളൂ സർ. യുവർ ബോയ് ഫ്രണ്ട്? എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചുലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സർ. അവരെ അറിയോ? അറിയാം സർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സർ. ഇതിലാണ് സർ. ഓ, താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സിസ് മേരി പൈൽ. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സർ, ഇതാണ് റൂം. ഓഹോ, എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുന്നോണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല.